കാസർഗോഡ് പൈവളികയിലെ 15-കാരിയുടെയും അയൽവാസിയായ 42-കാരന്റെയും മരണത്തിന്റെ കാരണങ്ങൾ എന്താണ്? ഈ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകുന്നുണ്ട്. കേസ് ഡയറിയുമായി ഹാജരാകാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും എം.ബി. സ്നേഹലതയും നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, ഈ വിഷയത്തിൽ എന്തായാലും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നത് പ്രഥമ ദൃഷ്ടിയ അറിയാം. കാരണം വീടിന് 200 മീറ്റർ അപ്പുറത്തുള്ള ഒരിടത്ത് 10-20 ദിവസത്തിലധികമായി 2 മൃതദേഹങ്ങൾ തൂങ്ങി നിന്നിട്ടും ഡ്രോണൊക്കെ ഉപയോഗിച്ച് പരിശോധിച്ചെന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഒരു മൃതദേഹത്തോടുള്ള ഒരു ആദരവിന് പോലും ഒരു അവസരം ഉണ്ടായില്ല. ആ നിലയ്ക്ക് ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ആ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ച വാദങ്ങളുടെ വികാരത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയായിരിക്കില്ല ഇന്നത്തെ നടപടികൾ. എപ്പോഴായിരിക്കും ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരിക? ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് കേസ് പരിഗണനയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി ഇന്നലെ ആ കുടുംബത്തോട് ദുഃഖം രേഖപ്പെടുത്തുകയും അതേസമയം തന്നെ ഈ കേസ് വളരെ ഗൗരവതരമാണെന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അത് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? ഇത്തരമൊരു പരാതി ലഭിക്കുമ്പോൾ അത് ഗൗരവത്തിൽ കാണേണ്ടതല്ല. ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പരാതിയിലേക്ക് വരുമ്പോൾ അത് ഗൗരവത്തിൽ പിന്തുടരേണ്ട കേസല്ലേ എന്നതടക്കം കോടതി ചോദിച്ചു. നിങ്ങൾ ഈ കേസിൽ എന്താണ് പരിഗണിക്കുന്നത്? ഒരു VIP-യുടെ മകൾക്ക് അല്ലെങ്കിൽ മുതിർന്ന ആ രീതിയിലുള്ള വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും ഒരു പരാതിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ രീതിയിലായിരിക്കുമോ കാണിക്കേണ്ടത്? അപ്പോൾ ഇത് നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ വീതിക്കപ്പെടേണ്ടതാണ്, അവർക്ക് നൽകപ്പെടേണ്ടതാണ്. അപ്പോൾ അത്തരമൊരു പരിഗണന ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തു. ഇതിനുശേഷമാണ് കോടതി ഇതിൻ്റെ കേസ് ഡയറി ഹാജരാക്കണമെന്ന് പറഞ്ഞത്. ഇതിൽ എന്താണ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ, ഇതിൽ പോലീസിന് എന്താണ് ഇതിൽ വിശദീകരിക്കാനുള്ളത് എന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെടണമെന്ന് പറഞ്ഞു. ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് കോടതിയുടെ മുന്നിലേക്ക് വന്നത്. അത് വരുമ്പോഴേക്കും ഇവർ മരണപ്പെട്ട വിവരം, അത് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത വിവരമടക്കം മുന്നിലുണ്ട്. എങ്കിൽ കൂടിയും എന്താണ് ഈ ഹർജി തീർപ്പാക്കുന്നതിന് മുൻപ് കോടതിക്ക് അറിയേണ്ടത്? ഈ കേസിൽ എന്ത് നടപടി പോലീസ് എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെടുകയും ചെയ്തത്. അതനുസരിച്ച് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കേസ് ഡയറി അടക്കം കോടതിക്ക് മുൻപാകെ ഹാജരാക്കേണ്ടതുണ്ട്. കോടതി ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. ഏത് രീതിയിലേക്ക് ഈ കേസ് കൈകാര്യം ചെയ്തു, അതിൻ്റെ തുടർ നടപടികൾ എന്തായിരുന്നു, പരിശോധനകൾ നടത്തി എന്ന് പറയുമ്പോൾ പോലും അതെങ്ങനെയായിരുന്നു എന്നത്. വീടിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഇവരുടെ മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. അതും 25 ദിവസത്തിലധികമായി ഇവരെ കാണാതായിട്ടെന്ന് പറയുമ്പോൾ ഈ കാലം അത്രയും ഏത് രീതിയിലുള്ളൊരു അന്വേഷണമാണ് ഇവർ അവലംബിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കോടതി കാണുന്നത് ഇതിൽ പോലീസ് കൃത്യമായ രീതിയിലൊരു ഇടപെടലും നടത്തിയില്ല എന്ന ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഇന്നലെ കോടതിയുടെ നിഗമനങ്ങൾ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഗുരുതരമായ ഒരു പരാമർശങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ കൃത്യമായ രീതിയിലുള്ള മേൽനോട്ടം വേണമെന്ന് കോടതി മുൻപും പല പരാമർശങ്ങളും നടത്തിയിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ്. എന്തായാലും ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഡയറി അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതിൽ എന്ത് കോടതി നടപടികളിലേക്ക് നീങ്ങുന്നോ അതിലല്ലെങ്കിൽ വീണ്ടും ഗുരുതര പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നതെല്ലാം തന്നെ നമുക്ക് കോടതിയിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. എന്തായാലും കോടതി ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ കേസ് കാണുന്നത്, പരിഗണിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് പൈവളികയിലെ 15-കാരിയെ കാണാനില്ലെന്ന് കാണിച്ച് അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഇന്നലെ രൂക്ഷമായ വിമർശനങ്ങൾ പോലീസിന് കേൾക്കേണ്ടി വന്നത്. ഇന്ന് കേസ് ഡയറി ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം പോലീസ് ഈ മൃതദേഹങ്ങളുടെ ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ്. ഇനി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. താമരശ്ശേരി 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. സജീവ് C. വാര്യർ വിവരങ്ങളുമായി. സജീവ്, ഈ കേസിൽ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ഇത് വളരെ ഗൗരവമേറിയ ഒരു കുറ്റകൃത്യം. അന്ന് അത് ഹാഫ് ഇയർലി പരീക്ഷയായിരുന്നു, അതുകൊണ്ട് തന്നെ അത്ര പ്രശ്നമില്ല. പക്ഷേ ഇത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ നടക്കാമായിരുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് തന്നെയല്ലേ കോടതി ഇപ്പോഴും ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത്? ശ്രീജ, അത്തരത്തിൽ തന്നെയാണ് കോടതി ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ക്രൈംബ്രാഞ്ചും ആ കേസ് ഏറ്റെടുക്കുന്നത് തൊട്ട്
ഒരുപക്ഷെ അത്ര ഗൗരവമില്ല എന്ന് ആളുകൾക്ക് തോന്നാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഇത്. അർദ്ധവാർഷിക പരീക്ഷ അതുപോലെ ഓണപരീക്ഷയ്ക്കെല്ലാം ഉള്ള ചോദ്യപേപ്പറുകൾ അതിൻ്റെ സീൽ പൊട്ടിച്ച് എടുത്ത് അത് യൂട്യൂബ് ചാനലിൽ MS സൊല്യൂഷൻസ് എന്ന ട്യൂഷൻ സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിൽ അത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് കുറ്റം. സത്യത്തിൽ ഇത് നേരത്തെ പറഞ്ഞിരുന്നത് ഷുഹൈബ് ഇതിലൊന്നാം പ്രതിയാണ്. MS ഷുഹൈബ് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് താൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒപ്പം തന്നെ ആവർത്തിച്ച് ഓരോ വർഷവും വരുന്ന ചോദ്യങ്ങൾ എടുത്ത് അത് കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്നതായിരുന്നു. അത് ഹൈക്കോടതിയിൽ അയാൾ വാദിക്കുകയും ചെയ്തു. ഹൈക്കോടതിയുടെ മുമ്പിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയപ്പോൾ ഇതായിരുന്നു ഇയാളുടെ വാദം. എന്നാൽ നാലാം പ്രതിയായിട്ടുള്ള മലപ്പുറം മേൽമുറി സ്കൂളിലെ പ്യൂണായിട്ടുള്ള അബ്ദുൾ നാസർ അറസ്റ്റിലായതോടെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുന്നത്. അതായത് അബ്ദുൾ നാസർ താനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കെട്ട് പൊട്ടിക്കുകയും അതായത് സീൽ ചെയ്ത കവർ പൊട്ടിക്കുകയും അതിനകത്തുനിന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്ത് രണ്ടാം പ്രതിയായ ഫഹദിന് അയച്ചു കൊടുക്കുകയും ചെയ്തത് എന്ന് സമ്മതിക്കുന്ന അതോടുകൂടി അയാൾ അറസ്റ്റിലാവുന്നതോടുകൂടി ഇക്കാര്യത്തിൽ വ്യക്തത വന്നു. ഉറവിടം അബ്ദുൾ നാസർ ആണ് എന്ന് വ്യക്തമായി. അതോടൊപ്പം രണ്ടാം പ്രതി ഫഹദ്, മൂന്നാം പ്രതി ജിഷ്ണു എന്നിവരും നേരത്തെ അറസ്റ്റിലായിരുന്നു, റിമാൻഡിലായിരുന്നു. പിന്നീട് അവർ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്താണ്. ഏതായാലും ഷുഹൈബിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. തൻ്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ്, പുറത്തുനിന്നുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഇയാൾ വാദിക്കുന്നത്. ഏതായാലും മറ്റ് ട്യൂഷൻ സെൻ്ററുകൾക്കും ഇതുപോലെ ചോദ്യപേപ്പറുകൾ ചോർന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘമാണ്, കോഴിക്കോട് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. ശ്രീജ. സജീവ് സിവാരനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി ഇന്ന് തെളിവെടുപ്പ് തുടരും. പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സജിദ ബീഗം എന്നിവരെ കൊലപ്പെടുത്തിയ വീട്ടിൽ തെളിവെടുപ്പിനെത്തിക്കും. അതേസമയം പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. VV അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ ആയുധം വിറ്റ കടയിലൊക്കെ നേരത്തെ തന്നെ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു. ഇന്ന് എവിടെയൊക്കെയാവും എത്തുക? ഈ ലത്തീഫിന്റെ വീട്ടിൽ മാത്രമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഫാനുമായുള്ള തെളിവെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് അഫാൻ ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഈ ലത്തീഫിനെ കൊലപ്പെടുത്തിയ, അതായത് ഈ അഫാന്റെ പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ വീട്ടിലേക്ക് അഫാനെ കൊണ്ടുപോകും. അവിടെയാണ് ഇന്ന് തെളിവെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഷമിയുടെ ആരോഗ്യനില, അതായത് അഫാന്റെ മാതാവ് ഷമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇവരെ ഇന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മുറിയിലേക്ക് ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. ഈ 5 മരണങ്ങളും ഉണ്ടായ വിവരവും ഷമിയെ അറിയിച്ചിട്ടുണ്ട്. 5 അപകട മരണങ്ങളെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. അഫാനുമായുള്ള ഈ 2ാം ഘട്ട തെളിവെടുപ്പാണ് ഇന്ന് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ലത്തീഫിനെയും ഭാര്യയും വീട്ടിൽ ഉമ്മയെ കൊലപ്പെടുത്തിയെന്ന് തോന്നിയ ശേഷം പിതാവിൻ്റെ അമ്മയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ ലത്തീഫിൻ്റെ വീട്ടിലെത്തിയാണ് അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയത്. അവരോട് ഇക്കാര്യം പറയുകയും ചെയ്തു. നിങ്ങൾ അമ്മയും അതുപോലെ തന്നെ ഉമ്മയും ഒക്കെ കൊലപ്പെടുത്തി, അച്ഛൻ്റെ ഉമ്മയും ഒക്കെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ ശേഷമാണ് അവർ രണ്ടുപേരെയും ചുള്ളാളത്തെ വീട്ടിലെത്തി രണ്ടുപേരെയും കൊലപ്പെടുത്തിയത്. വലിയ പക അവരോട് ഉണ്ടായിരുന്നു എന്ന് അഫാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർ കടം കൊടുത്തിരുന്നു, അത് തിരികെ ചോദിച്ചു. അതിലുള്ള വൈരാഗ്യമാണ്. എപ്പോഴും തൻ്റെ ഉമ്മയെ കുറ്റം പറയുന്നു. ഇവർ വീട്ടുകാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു തന്നത് ലത്തീഫാണ്. പിതാവ് വിദേശത്തായതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചതും ഇവരെ പലപ്പോഴും അഫാനെയും സഹോദരങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതുമൊക്കെ ഈ ലത്തീഫാണ്. അതിലുള്ള പക കൂടി ലത്തീഫിനെതിരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് അഫാൻ മൊഴി നൽകിയിരുന്നു. ആ വീട്ടിലെത്തിച്ചാകും ഇന്ന് അഫാന്റെ തെളിവെടുപ്പ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ്. ഇടുക്കി പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ലംഘിച്ച് കുരിശ് സ്ഥാപിച്ചയാൾക്കെതിരെ കേസെടുത്ത് പോലീസ്. സജിത് ജോസഫിനെതിരെ വണ്ടിപ്പെരിയാർ പോലീസാണ് കേസെടുത്തത്. ഭൂമി കയ്യേറ്റത്തിൽ നടപടി ശക്തമാക്കിയ റവന്യൂ വകുപ്പ് അന്വേഷണത്തിനായി 15 സംഘത്തെ നിയോഗിച്ചു. PA സാഗർ വിവരങ്ങളുമായി. സാഗർ, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു കർശനമായ നടപടിയിലേക്കൊക്കെ പോവും. ഇപ്പോൾ ഇത് ഈ നിരോധനാജ്ഞ ലംഘിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ സജിത് ജോസഫിനെതിരെ കേസെടുത്തെന്ന വിവരങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്നലെയാണ് ഇത്തരത്തിൽ കയ്യേറ്റം നടത്തി അനധികൃതമായി സജിത് ജോസഫ് കുരിശ് സ്ഥാപിച്ചത്. അത് റവന്യൂ അധികൃതർ വൈകിട്ടോടെ പൊളിച്ചു നീക്കിയിരുന്നു. തുടർന്നാണ്
തഹസിൽദാർ വണ്ടിപ്പെരിയാർ പോലീസിന് ഇയാൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. നിരോധനാജ്ഞ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നിർമ്മാണം നടത്തുക, അതുപോലെ തന്നെ സ്റ്റോപ്പമോ അവഗണിച്ച് നിർമ്മാണം തുടരുക തുടങ്ങിയ പ്രവൃത്തികളാണ് ഇയാൾ ചെയ്തത്. ഇതിനെതിരെയാണ് ഈ ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫിനെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തത്. കേസെടുക്കാൻ ലാൻഡ് റവന്യൂ തഹസിൽദാർ ശുപാർശ ചെയ്തതിന് പ്രകാരമാണ് കേസ്. ഈ പരുന്തുംപാറ കയ്യേറ്റത്തിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഒരു അസാധാരണ നടപടികളാണ് റവന്യൂ വകുപ്പ് പൊടുന്നതിന് സ്വീകരിച്ചത്. ഇന്നലെ രാവിലെ കുരിശ് സ്ഥാപിച്ച വാർത്ത പുറത്തു വരുന്നു. ഉടൻ തന്നെ റവന്യൂ അധികൃതർ യോഗം വിളിച്ച് ഉച്ചയ്ക്ക് ശേഷം കുരിശ് പൊളിക്കുവാനുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചത്. ഇന്നു മുതൽ ഈ പ്രദേശത്ത് സർവേ തുടങ്ങാനുള്ള നടപടികളും ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രിയും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്ന് ആണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇതിനുശേഷം ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി 15 പേരടങ്ങുന്ന റവന്യൂ സംഘത്തെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന്റെ പുരോഗതി എല്ലാ ദിവസവും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തുവാനും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും റിപ്പോർട്ട് മന്ത്രിക്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് സമർപ്പിക്കാനും യോഗത്തിൽ നിർദ്ദേശം നൽകി. ഈ ഡിജിറ്റൽ സർവേ നടന്ന മഞ്ജുമല വില്ലേജിലെ റീസർവേ റെക്കോർഡുകൾ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിക്കുവാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിലവിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. ഈ സജിത് ജോസഫിനെ കൂടാതെ നിരോധനാജ്ഞ ലംഘിച്ചതിന് 7 പേർക്കെതിരെ ഇവിടെ ക്രിമിനൽ കേസുകൾ ചുമത്തിയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്രീജ. ശരി, പി എസ് സാഗറാണ് വിവരങ്ങൾ നൽകിയത്. നാടിനെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയാണ് മലപ്പുറം താനൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം 2 പെൺകുട്ടികൾ നാടുവിട്ടു പോയത്. പോലീസിന്റെ ജാഗ്രതയിൽ ഇവരെ മഹാരാഷ്ട്രയിൽ കണ്ടെത്തിയെങ്കിലും എന്തിനാണ് ഈ കുട്ടികൾ നാടുവിട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പെൺകുട്ടികൾ നൽകിയ മൊഴി മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മുംബൈയിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. താനൂരിലെ പെൺകുട്ടികളുടെ യാത്രയിലെ ദുരൂഹത പൂർണ്ണമായും നീക്കാനുള്ള ഉദ്യമത്തിലാണ് പോലീസ്. എടവണ്ണ സ്വദേശിയുമൊത്തുള്ള യാത്രയിൽ പെൺകുട്ടികൾ എവിടെയെല്ലാം പോയി, ആരെയെല്ലാം കണ്ടു എന്നെല്ലാം നേരിട്ട് ചെന്ന് അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. വിവാദമായ സലൂണിലും പെൺകുട്ടികൾ പോയി എന്ന് പറയുന്ന മറ്റിടങ്ങളിലും പോലീസ് അന്വേഷണം നടത്തും. മുംബൈയിൽ പ്രാദേശികമായി ആരെങ്കിലും കുട്ടികളെ സഹായിച്ചോ എന്നതും അന്വേഷിക്കുമെന്ന് SP വ്യക്തമാക്കി. മുംബൈയിലേക്ക് ടീം പോകുന്നുണ്ട്. അത് എന്നാ ട്രാവൽ പ്ലാൻ എന്നാ ഷെഡ്യൂൾ ചെയ്തിരിക്കണെന്ന് അറിയില്ല. ടുഡേ ഓർ ടുമോറോ ഏതെങ്കിലും ദിവസം തന്നോട് സ്പീക്ക് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അതിനാണ് ഞങ്ങളൊരു ടീമിനെ അയക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് അഭ്യൂഹങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ക്ലാരിറ്റി വരുത്താം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വിൽ ബി ട്രാവൽ. എടവണ്ണ സ്വദേശിയല്ലാതെ മറ്റാരും സഹായിച്ചിട്ടില്ല എന്നാണ് നിലവിൽ പെൺകുട്ടികളുടെ മൊഴി. ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കം നൽകി പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും പോലീസ് പറയുന്നു. CWC സംരക്ഷണയിലാണ് പെൺകുട്ടികൾ. ന്യൂസ് 18 മലപ്പുറം. തിരുവല്ലയിൽ 4ാം ക്ലാസ്സുകാരനായ മകനെ മറയാക്കി യുവാവ് MDMA വിൽപ്പന നടത്തിയെന്നുള്ള കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് ആരോപണം. പോലീസിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത് പ്രതിയുടെ ഭാര്യ തന്നെയാണ്. പോലീസിന് സംഭവിച്ച പാളിച്ച മറയ്ക്കാൻ വീട്ടിലെത്തി ഭാര്യയുടെ പരാതി എഴുതി വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. രണ്ട് ദിവസം മുമ്പാണ് 10 വയസ്സുകാരനായ മകനെ മറയാക്കി MDMA കടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയെന്ന വാർത്ത പുറത്തു വന്നത്. ഈ കേസിനെക്കുറിച്ച് തിരുവല്ല DSP മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ കുട്ടിയുടെ ദേഹത്ത് MDMA ഒട്ടിച്ചു വെച്ച് കടത്തുന്നതായിരുന്നു പ്രതിയുടെ രീതിയെന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും
MDMA എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രതിയുടെ ഭാര്യ കുട്ടിയെ ലഹരിക്കടത്തിനായി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രസ്താവന തിരുത്തണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടു. 1 വർഷമായി ഭർത്താവുമായി പിണങ്ങി കുട്ടിയും ഒന്നിച്ച് താമസിക്കുകയാണിവർ. അതുകൊണ്ട് തന്നെ കേസിൽ കുട്ടി ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ഭാര്യ നൽകിയ മൊഴി. അന്ന് രാത്രി തന്നെ തിരുവല്ല പോലീസ് ഇവർ താമസിക്കുന്ന വീട്ടിലെത്തി വാർത്ത മാധ്യമങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞു. ഒരു പരാതിയും ഇവരിൽ നിന്നും എഴുതി വാങ്ങി. ബാലനീതി നിയമപ്രകാരം പ്രതിക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത പോലീസ് മൊഴിയെടുക്കാൻ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് പോലീസ് പറഞ്ഞു പറ്റിച്ചെന്ന് യുവതിക്ക് മനസ്സിലായത്. അയാള് ചെയ്ത തെറ്റിന് ഞാനും എന്റെ കുഞ്ഞും ഒരു ഇതും ഇല്ല. എന്റെ കുഞ്ഞിനെ അയാൾ കാണുവോ ഈ 1 വർഷക്കാലമായിട്ട് അയാളെ എന്റെ കുഞ്ഞ് കാണുവോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ പിണങ്ങി ഞങ്ങൾ കാണാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നത് ഇപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അന്ന് പിടിക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. ലഹരിക്കടത്തുമായി കുട്ടിയെ ബന്ധിപ്പിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ അമ്മ CWCക്ക് പരാതി നൽകി. MDMA കേസിലെ തുടർ നടപടികളിൽ നിന്നും കുട്ടിയെ ഒഴിവാക്കണമെന്നും പോലീസ് പിഴവ് തിരുത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അതേസമയം പോലീസ് ആരോപണം നിഷേധിക്കുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട.